ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ തോൽക്കാൻ മനസ്സില്ല എന്ന യൂണിറ്റിലെ നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന കഥയാണ് നോക്കാൻ പോകുന്നത്. അപ്പം തോൽക്കാൻ മനസ്സില്ല അല്ലേ? ഈ യൂണിറ്റിൽ എന്താ പറയുന്നത്? ഒരു തോൽവിയിലും നമുക്ക് തോൽക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ആണ് ഈ യൂണിറ്റിലെ ഓരോ ചാപ്റ്റർ അല്ലേ? അപ്പം അതിലാണ് തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ, അതിനെ മറികടക്കുന്നവരാണ്. നമ്മളൊരു എന്തെല്ലാം തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിലൊന്നും തട്ടി വീഴാതെ അതിനെയൊക്കെ മറികടക്കുന്നവരാണ് നമ്മൾ. അതിനെല്ലാം മറികടന്ന് പുതിയ എന്താണ് എല്ലാം കൈപ്പിടിയിലാക്കുന്നവരാണ് നമ്മൾ. നമ്മളെ ജീവിതത്തിൽ തളർന്നിരിക്കാതെ ജീവിതത്തിൽ മുന്നേറുന്നവരാണ് നമ്മൾ. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തായിരിക്കും? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്നാണ് പറയുന്നത്. നക്ഷത്രം എവിടെയാണ്? ആകാശത്താണല്ലേ? അപ്പം ആകാശത്തിലേക്ക് നോക്കുന്നു എന്നാണോ അർത്ഥം? അല്ല, ആകാശത്തോളം സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ എന്താണ് ഒരുപാട് വലിയ വലിയ സ്വപ്നം കാണണം. ഒരുപാട് സ്വപ്നം കണ്ടാലാണ് നമുക്ക് അവയൊക്കെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ കണ്ട് ജീവിത ലക്ഷ്യത്തിൻ്റെ പിന്നാലെ പ്രയത്നിക്കണം. അപ്പോൾ ഇതിൽ ഈ കുട്ടീനെ കണ്ടോ? ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഒരു വീൽ ചെയറിൽ ഇരിക്കുകയല്ലേ? വീൽ ചെയറിലാണിട്ടും ആ കുട്ടി സന്തോഷത്തോടെ ഇരിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? ആ കുട്ടി തൻ്റെ പ്രതിസന്ധികളെ മറികടന്ന് ജീവിത ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി പരിശ്രമിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഇതൊരു യഥാർത്ഥ ജീവിതകഥയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആരാന്ന് നോക്കിയാലോ? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ജനിച്ചു. ബാല്യകാലം മുതൽ തന്നെ ഗണിതത്തിലും ശാസ്ത്രത്തിലും അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിലും പിന്നീട് കേംബ്രിഡ്ജ് സർവകലാശാലയിലും അദ്ദേഹം പഠനം നടത്തി. വെറും 21-ാം വയസ്സിൽ ALS എന്ന അപൂർവ രോഗം ബാധിച്ച് ശരീരം ക്ഷയിച്ചെങ്കിലും അദ്ദേഹം ഒരിക്കലും തോറ്റുപോയില്ല. വീൽചെയറും കമ്പ്യൂട്ടർ സഹായവും ഉപയോഗിച്ച് അദ്ദേഹം ഗവേഷണം തുടരുകയായിരുന്നു. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപപ്പെടുന്ന തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ലോകത്തിന് പുതിയ അറിവുകൾ നൽകി. കാലത്തിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന പ്രശസ്തമായ പുസ്തകം അദ്ദേഹം എഴുതി. 1966-ൽ റോജർ പെൻറോസിനൊപ്പം നടത്തിയ ഗവേഷണത്തിന് ആദംസ് പ്രൈസ് ലഭിച്ചു. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗണിതശാസ്ത്ര പ്രൊഫസർ പദവി 3 പതിറ്റാണ്ടിലേറെ വഹിച്ചു. ലോകമുണ്ടെങ്കിലും 5 പതിറ്റാണ്ടിലേറെക്കാലം അദ്ദേഹം ശാസ്ത്രലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രജ്ഞരിൽ ഒരാളായ സ്റ്റീഫൻ ഹോക്കിംഗ് 2018 മാർച്ച് 14 76-ാം വയസ്സിൽ അന്തരിച്ചു. ഇതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഉള്ളൊരു ജീവചരിത്രം. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ? അദ്ദേഹം എന്താണ് 21-ാം വയസ്സിൽ രോഗം ബാധിച്ചെങ്കിലും അദ്ദേഹം എന്താണ് അതെല്ലാം മറികടന്ന് ജീവിതം വിജയിച്ച ഒരു കഥയാണ്. നമുക്ക് ഈ കഥ നോക്കിയാലോ? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ. ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ചു കളിക്കുന്ന സ്റ്റേജ്. കാറ്റിൻ്റെ അലകളിലേറി മധുര സംഗീതം ഹാളിനകത്ത് ഒഴുകി വഴിയുന്നു. നർത്തകരാരാണ്, കാണികൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല. കാറ്റത്തുലയുന്ന പൂമരങ്ങളെപ്പോലെ സകലരും ചുവടുവച്ചാടുകയാണ്. പല വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴിക്കുന്ന വൈദ്യുത വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു എന്ന് തോന്നും. എന്താണ് ഇവിടെ? ഒരു സ്റ്റേജിൽ പരിപാടികൾ നടക്കാനില്ല. അതാണ് വെളിച്ചം മൂടിപ്പൊളിച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപാടി നടക്കുമ്പം നമ്മൾ ഈ ലൈറ്റുകൾ കത്തും കെടുമൊക്കെ ചെയ്യില്ലേ? അപ്പോൾ അതും പിന്നെ എന്താണ് അവിടെ എന്താണ് നർത്തകന്മാരുണ്ട്, കാണികളുണ്ട്, ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട്, എല്ലാവരും വളരെ സന്തോഷത്തോടെ അവിടെ ആഹ്ലാദിച്ച് ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ഇട്ടതുപോലെ കൊട്ടും പാട്ടും നിലച്ചു. പരിപാടി പെട്ടെന്ന് അവസാനിക്കുകയാണ്. എന്ത് സംഭവിച്ചു? സംഗതി മറ്റൊന്നുമല്ല, സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് കുഴഞ്ഞു വീണു. അതുകൊണ്ടാണ് പരിപാടി നിന്നത്. കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഏറെ നേരത്തെ ശ്രമം വേണ്ടി വന്നു അതിന്. കൂട്ടുകാരൊക്കെ അവനെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി സഹായിച്ചു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം സ്റ്റീഫൻ എഴുന്നേറ്റ് നിന്നു. ഇതിപ്പോൾ തുടരെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വഞ്ചി തുഴയുന്നതിനിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു. ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സ്റ്റീഫൻ ഇങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്. കഴിഞ്ഞ ആഴ്ച അവർ തോണി തുഴയാൻ പോയപ്പോൾ സ്റ്റീഫൻ കുഴഞ്ഞു വീണു. ഇപ്പോൾ അവൻ ഇടയ്ക്കിടെ സംസാരശേഷിയും ചെറുതായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്.
21 വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ. അവൻ ഇങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണമെന്താവും? നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി. എന്താണ് ഡോക്ടർമാർ വിധിയെഴുതിയത്? സ്റ്റീഫനിന് ഏറെയൊന്നും ജീവിക്കാനാവില്ല. ഏറിയാൽ 2 വർഷം മാത്രം. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു. എന്താണ്, നമ്മുടെ സ്റ്റീഫനിന് വെറും 2 വർഷം മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവരെന്താണ്, എല്ലാവർക്കും വിഷമം വന്നു. അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയി. അവർക്കെന്താണ്, വിഷമം വന്നു. പതുക്കെ പതുക്കെ ശരീരത്തിന്റെ ചലനം അറ്റുപോകും. സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞ് തീരെ ഇല്ലാതാവും. മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ ആകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം. അപൂർവമായ രോഗം. എന്താണ്, അദ്ദേഹത്തിന്റെ ഞരമ്പുകൾ ക്ഷീണിച്ചു പോകുന്ന ഒരു അപൂർവ രോഗമാണ് സ്റ്റീഫന് വന്നത്. അത് കാരണം എന്താണ്, ശരീരത്തിന് ചലനമില്ലാതെയാവും, സംസാരിക്കാനുള്ള ശേഷിയും ഇല്ലാതെയാവും. 2 വർഷം കൊണ്ട് അദ്ദേഹം മരണപ്പെടുമെന്ന് ഡോക്ടർ വിധി എഴുതി. പൂമ്പാറ്റ ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനിതാ മരണത്തിന്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ്. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിങ്. സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിങ്, വാത്സല്യനിധിയായ മാതാവ് ഇസബൽ ഹോക്കിങ്. വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ. സ്റ്റീഫന്റെ അമ്മയും അച്ഛനും എന്താണ്, മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരാണ്. ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താല്പര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം. സ്റ്റീഫൻ എന്തായിരുന്നു, ഗണിതവും സയൻസൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ്റെ താല്പര്യത്തെ പിന്തുണച്ചുകൊണ്ട് അവരുടെ രക്ഷിതാക്കളും കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാം കൈവിടുകയാണ്. ആരും തളർന്നു പോകുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് നിൽക്കുന്നത്. അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ കോളേജ് പഠനം എല്ലാം ഇല്ലാതാവുമെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ അവസ്ഥയിലെത്തി ആരായാലും തളർന്നു പോകുന്നൊരു നിമിഷമാണത്. എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല. അവിടെയാണ് സ്റ്റീഫൻ ഹോക്കിങ് വ്യത്യസ്തനാവുന്നത്. അദ്ദേഹം ഇത്രയെല്ലാം പ്രശ്നം സംഭവിച്ചിട്ടും തളർന്നില്ല. 8ാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം കോളേജ് പഠനം വരെ മുന്നേറി വന്നതാണ്. മരണത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന മാറാരോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്ത് വന്നാലും മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് അവൻ തന്നെ ഒറ്റയ്ക്ക് പൊരുതാൻ തുടങ്ങി. തോറ്റുകൊടുക്കാതെ തുടർന്നും 5½ പതിറ്റാണ്ട് ജീവിച്ചു. 5½ പതിറ്റാണ്ട്, ഒരു പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ 10 വർഷം, 5½ പതിറ്റാണ്ട് പറഞ്ഞാൽ എത്രയാ, 55 വർഷത്തോളം വീണ്ടും അദ്ദേഹം ജീവിച്ചു. വെറുതെ അങ്ങ് ജീവിക്കുകയല്ല, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു ജീവിച്ചു. വെറുതെ തൻ്റെ ജീവിതം അദ്ദേഹം വെറുതെ ജീവിച്ചു തീർക്കാമെന്ന് ഓർത്തില്ല. പകരം എന്താണ്, ഓരോ ദിവസവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്കാണ് അദ്ദേഹം ജീവിച്ചത്. ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ മുൻനിരയിൽ തന്നെ സ്റ്റീഫൻ ഹോക്കിങ് സ്ഥാനം പിടിക്കുകയാണുണ്ടായത്. പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, ധാരാളം പുസ്തകങ്ങൾ എഴുതി, യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ചു. അധികമൊന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിൽ ഇരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം 76 കൊല്ലം തുടർന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അസുഖം വന്നിട്ട് വീട്ടിലിരുന്നോ? ഇല്ല. അദ്ദേഹം കണ്ടുപിടുത്തങ്ങൾ നടത്തി, ധാരാളം ആളുകളുമായി സംസാരിച്ചു, പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ അദ്ദേഹം എന്താണ്, ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി. ലോകത്തിന്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി എല്ലാവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. 2018 മാർച്ച് 14 മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും മുമ്പേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ പ്രതിസന്ധികളൊക്കെ ഇല്ലാതാക്കി അദ്ദേഹം വിജയം കൈവരിച്ചിരുന്നു. ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല. എന്തിനും ഏതിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ഒപ്പം നിന്നു. പിന്നെ ആരാ കൂടെ നിന്നത്? കോളേജ് പഠനകാലത്തെ കൂട്ടുകാരിയായ ജെയിൻ ബെല്ലും. മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു. അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. കോളേജ് പഠനകാലത്തെ കൂട്ടുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 3 മക്കളുണ്ടാവുകയും ചെയ്തു. അവരടക്കം അനേകം കഠിനവും കരുതലുമാണ് തന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയതെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയും ഭാര്യയുമായ ജെയിംസും, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും കൂട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ ഈ ഒരു നിമിഷത്തിൽ കൂട്ടുനിന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു. നാമെല്ലാം വ്യത്യസ്തരാണ്, പക്ഷെ നാമെല്ലാം മനുഷ്യരാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാവും.
എന്താണ് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നത്? നാമെല്ലാം വ്യത്യസ്തരാണ്. പക്ഷെ നാമെല്ലാം മനുഷ്യരാണ്. എന്താണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുണ്ട്. അതെല്ലാം കണ്ടെത്തി മെച്ചപ്പെടുത്തി ജീവിതം മുന്നേറുകയാണ്. ജീവിതത്തിൽ വിജയം കൈവരിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മളെന്താണ് ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. ചിലർ പാട്ട് പാടും, ചിലർ ഡാൻസ് കളിക്കും, ചിലരെന്താണ് ഗണിത മേഖലയിലോ സയൻസ് മേഖലയിലോ പ്രാധാന്യം ഉള്ളവരായിരിക്കും, അഭിരുചി ഉള്ളവരായിരിക്കും. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. നമ്മുടെ കഴിവെന്താന്ന് നമ്മൾ കണ്ടെത്തി അതിൽ മികച്ചതാവുക, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവരിക്കുകയാണ് വേണ്ടത്. മരണത്തിന്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടുമുങ്ങിയാണ് അദ്ദേഹം മറികടന്നത്. മരണം കൂടെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പഠനത്തിൽ ഒരിക്കലും പിന്നോട്ട് പോയില്ല. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ മറികടന്നു. പഠിക്കുക, ഇനിയും പഠിക്കുക, ഇനിയും ഇനിയും ആഴത്തിൽ പഠിക്കുക. അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി. എന്താണ് പഠനത്തിലൂടെയാണ് മുന്നേറാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞ വഴി. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക. ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെന്താണ് നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തണം. നമ്മൾ ഈ ചുറ്റുപാടിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ. നമ്മൾ പുതിയ പുതിയ സ്വപ്നം കാണണം, വലിയ വലിയ സ്വപ്നം കാണണം. അത് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ജി സ്റ്റീഫൻ ഹോക്കിങ് അതാണ് നമ്മളോട് പറയുന്നത്. എന്താണപ്പം കഥയിൽ എന്താ പറയുന്നത്? സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിന് 21-ാം വയസ്സിൽ ഒരു രോഗം പിടിപെട്ടിട്ടും മരണത്തെ മുന്നിൽ കണ്ടിട്ടും അദ്ദേഹം തോൽക്കാൻ തയ്യാറാവാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടും കൂടി എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ഒരു ശാസ്ത്രജ്ഞരിൽ ഒരാളായി മാറിയത് എന്ന കഥയാണ് നമ്മൾ പഠിച്ചത്. കഥ പഠിച്ചപ്പോൾ ഒരു മോട്ടിവേഷൻ തോന്നുന്നില്ലേ? ഒരു പ്രചോദനമായില്ലേ? ഇതുപോലെ നമ്മളെന്താണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ഒരാളായി മാറണം. ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ്. ഈ വാക്യത്തിന്റെ അർത്ഥമെന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. പറഞ്ഞത് പരിപാടി നടക്കുന്ന വേദിയല്ലേ. നമുക്കറിയാം സ്റ്റേജ് എന്താണ്, പരിപാടി നടക്കുന്ന വേദിയാണ്. ആ വേദിയിൽ എന്തുണ്ടാവും? ഒരുപാട് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തും കെടുകയൊക്കെ ചെയ്യും. അതിനെയാണ് എന്താ പറയുക, വെളിച്ചം ഓടിപ്പിടിച്ച് നടക്കുന്നതായിട്ട് ഈ എഴുത്തുകാരന് തോന്നുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സ്റ്റേജ് എന്ന് പറഞ്ഞത് പരിപാടി നടക്കുന്ന വേദിയാണ്. അവിടെ ലൈറ്റുകൾ പല നിറത്തിലും തെളിഞ്ഞും കെടുന്നത് കാണുമ്പോൾ ഇരുട്ടും വെളിച്ചവും കളിക്കുന്നത് പോലെ തോന്നുന്നു. സ്റ്റേജിൽ പരിപാടി നടക്കുന്നു എന്ന അർത്ഥമാണ് ഇവിടെ കാണുന്നത്. അടുത്ത ചോദ്യം എന്താണ്? നക്ഷത്രങ്ങളിലേക്ക് മിഴിയുർത്തുക. ഞാൻ വെറുതെ മേൽപോട്ട് നോക്കണം എന്നാണോ അതിൻ്റെ അർത്ഥം? ആണോ? അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ ആകാശത്തേക്ക് നോക്കുക എന്നല്ല, ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങളെയും വലിയ സ്വപ്നങ്ങളെയും കാണുക എന്നതാണ്. ഭൂമിയിലെ ചെറിയ പ്രശ്നങ്ങളിൽ ഒതുങ്ങാതെ മനസ്സ് വലുതാക്കുക, ഭാവിയിൽ എത്തിപ്പെടേണ്ട ഉയരങ്ങളിലേക്ക് കണ്ണുവെക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത എന്താണ്? ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തുക. അങ്ങനെയുള്ള 2 പ്രയോഗങ്ങളാണ് ഞാൻ താഴെ കൊടുത്തത്. കാറ്റിൻ്റെ ചിറകിൽ യാത്ര ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? കാറ്റടിക്കുമ്പോൾ അതിൻ്റെ മേലെ കയറി പോവാന്നാണോ? അല്ല. സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുക, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ്. ഇരുട്ടിലൊരു വിളക്കായി നിലകൊള്ളുക. അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? പ്രതിസന്ധിയിലും പ്രതീക്ഷയിലും നമ്മൾ ധൈര്യം നൽകുന്നവനാവുക, മറ്റുള്ളവർക്ക് കൂടെ പ്രതീക്ഷ നൽകുന്നവനായി മാറുക എന്നതാണ്. മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുക, അവർക്കൊരു സഹായമാവുക. അപ്പോൾ ഇതുപോലുള്ള രചനകൾ നിങ്ങളും കണ്ടെത്തി എഴുതണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിൽ അദ്ദേഹം എങ്ങനെ പ്രതിസന്ധികളെ മറികടന്നു. നമ്മളിതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പുതിയ അവസരങ്ങൾ കണ്ടെത്തി നമ്മൾ വിജയം കൈവരിക്കണമെന്നാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കിതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇനി ഏത് ചാപ്റ്ററാണ്, ഏത് സബ്ജക്റ്റാണ്, എന്താ വേണ്ടതെന്നൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.